അധികം അറിയത്തില്ലായിരുന്നു. പക്ഷെ സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറേ അധികം ആൾക്കാർക്ക് അറിയാം, കുപ്രസിദ്ധിയായിട്ട് തന്നെ അറിയാം. സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനൊരു വേഷങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനൊരു രീതിയിലോ ഒക്കെ അഭിനയിക്കുമായിരുന്നു? അവസരം വന്നാൽ അഭിനയിക്കും. സുധിച്ചേട്ടൻ സമ്മതിച്ച് അഭിനയിക്കും. സുധിച്ചേട്ടൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. കാരണം എനിക്ക് അദ്ദേഹത്തെ അറിയാം, എന്നെ അദ്ദേഹത്തിന് അറിയാം. എന്തുകൊണ്ടാണ് ഇതിനു മുൻപ് അങ്ങനെ അഭിനയിക്കാതിരുന്നത്? വന്നിട്ടില്ല അവസരം. അപ്പോൾ ഇപ്പൊ പുതിയ അവസരങ്ങൾ താങ്കൾ സൃഷ്ടിക്കുന്നതാണോ അതോ വരുന്നതാണ്? ഞാൻ അങ്ങോട്ട് കയറി സൃഷ്ടിച്ചു. കള്ളമല്ലേ? ഇല്ലില്ല, ഒരിക്കലും അല്ല, സത്യം. ഞാൻ അങ്ങോട്ട് കയറി ആരോടും ചോദിച്ചിട്ടില്ല എന്നെ അഭിനയിപ്പിക്കാവോ, എന്നെ ഫോട്ടോഷൂട്ട് ചെയ്യിപ്പിക്കാവോ, ഒന്നും ചോദിച്ചിട്ടില്ല. ഇങ്ങോട്ട് വരുന്നത് ചെയ്യും. അപ്പോ ഈ ഇനിയും ചെയ്യും. വരുന്നത് നല്ല ഇതാണെങ്കിൽ ഇനിയും ചെയ്യും. എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യും. ഇപ്പൊ കുപ്രസിദ്ധിയിൽ അഡിക്റ്റഡ് ആയിട്ട് അത് ചെയ്യണം, അങ്ങനെ പോണോന്നൊരു ഇതിലാണല്ലോ പറയുന്നത്, തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു നമുക്ക് തോന്നുന്നു അങ്ങനെ. അതായത് ഞാൻ ഇനിയും കുപ്രസിദ്ധി തയ്യാറാണ്. ശരിയാവാം. കാരണം എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെ കേൾക്കുന്നവർക്ക് അങ്ങനെ ചിലപ്പം ആ ഒരു മൈൻഡ് ആയിപ്പോയി എനിക്ക്. അതായത് ഒരു ഈ സൈക്കോസിനെയൊക്കെ നമ്മൾ പറയുന്നത് തോന്നും. ആണോ? സൈക്കോപാത്തിന്റെ ഒരു ലെവലായി ഏകദേശം. ഇത് തന്നെ കേൾക്കാൻ വേണ്ടിട്ട് ഒരു കേട്ട് ഭയങ്കര ഇതായി പോയി. അപ്പൊ അതൊരു വാശിയായിട്ട് എടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും. താങ്കൾ പോകുന്നിടത്തൊക്കെ ക്യാമറാമാൻമാരുണ്ട്. അതായത് ഈ വീഡിയോ നടക്കുമ്പോൾ ക്യാമറ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. പക്ഷെ ഇതെല്ലാം എങ്ങനെയാണ് ഈ താങ്കൾ പോകുന്നത്? അതായത് ഒരു അമ്പലത്തിൽ പോയാലും അല്ലെങ്കിൽ എവിടെ പോയാലും ചുറ്റിനും ഈ ഓൺലൈൻ മീഡിയകളുണ്ട്. താങ്കൾ പറഞ്ഞിട്ട് അവർ വരുന്നതാണോ? അല്ല, ഞാൻ എന്തിനാ പറയുന്നത്? എന്റെ പുറകെ നമ്മൾ കൂടുതലും പ്രൈവസി അല്ലേ ആഗ്രഹിക്കുന്നത്, അല്ലേ? ഞാൻ ആഗ്രഹിക്കുന്ന പ്രൈവസി ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. പിന്നെ ഞാനും ഒരു മനുഷ്യനല്ലേ, എനിക്ക് പ്രൈവസി ആഗ്രഹിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാനും ഒരു മനുഷ്യനാണ്, പച്ചയായിട്ടുള്ള മനുഷ്യനാണ്. ചോര നീരെന്ന് പറയുന്നില്ല, ഇനി അത് മതി, ഇവക്കെ എവിടെ നീരിരുന്നിട്ടാന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ചോരയൊക്കെയുള്ള മനുഷ്യനാണ്. അപ്പൊ എനിക്കും പ്രൈവസി ആയിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, ഒന്ന് മാറി നിൽക്കണമെന്നോ അല്ലെങ്കിൽ. പക്ഷെ ഇങ്ങനെ ഞാൻ വിളിച്ചു വരുത്തുന്നൊന്നും അല്ല ആരെ. നമ്മൾ പണ്ട് സന്തോഷ് പണ്ഡിറ്റിനെ കളിയാക്കുമായിരുന്നു. സന്തോഷ് പണ്ഡിറ്റിനെ കേട്ടോ? ഞാൻ കളിയാക്കത്തില്ലായിരുന്നു. അല്ല, നമ്മൾ ഉദ്ദേശിച്ച് ഞാൻ ജനങ്ങളുടെ കാര്യം പൊതുവെ. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് സ്വന്തമായിട്ട് പാട്ട് എഴുതുന്നു, സ്വന്തമായിട്ട് അഭിനയിക്കുന്നു, സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്നു, പുള്ളി തന്നെ അങ്ങോട്ട് അഭിനയിക്കുന്നു. അഭിനയം നമുക്ക് അതിനെ പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന പോലെ തന്നെ ഒരു കോമാളിത്തര രീതിയിലാണ് ഈ പറയുന്ന പോലെ തന്നെ. ഈ പറയുന്ന പോലെ എന്ന് പറഞ്ഞാൽ രേണുസുധിയുടെ ആക്ടിങ്, ഞാൻ രേണുസുധി എന്ന വ്യക്തിഹത്യ ചെയ്യുമല്ല. പക്ഷെ ഈ പറയുന്ന ആൾക്കാർക്ക് അന്ന് ഒരു ലേഡി സന്തോഷ് പണ്ഡിറ്റ് ആണോന്ന് ചില പോയിന്റിലൊക്കെ ആൾക്കാർ പലയിടത്തും കമന്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. സന്തോഷ് പണ്ഡിറ്റിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി പറഞ്ഞ എനിക്ക് പൈസയുണ്ട്, ഞാൻ സ്വന്തമായിട്ട് എഴുതിയൊരു സാധനം, ഞാൻ പൈസ ഇല്ല, അതാണ് വ്യത്യാസം. ഓക്കെ, പൈസ ഇല്ല, പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഇപ്പൊ എന്റെ പാഷനും കൂടാണത്. എനിക്ക് പൈസ ആവശ്യമുണ്ട്, കാരണം ജീവിക്കണമെങ്കിൽ പൈസ വേണം. എന്റെ വീട്ടിൽ ഞാൻ മാത്രമാണ് ജോലി ചെയ്യുന്നത്. എന്റെ പപ്പായ്ക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. സൂചിച്ചേട്ടൻ മരിച്ചും പോയി. ദുബായി പോവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു, സൂചിച്ചേട്ടൻ മരിച്ചാ പോയത്. സോ എനിക്ക് ഇറങ്ങേണ്ട അവസ്ഥ വന്നു, അങ്ങനെ ഞാൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ജോലികളില്ലേ വേറെ? ഇല്ല, എനിക്കിതാണ് ഇഷ്ടം. എനിക്ക് ഇങ്ങോട്ട് വന്ന ജോലിയാണിത്. എനിക്ക് സിമ്പിൾ ആയിട്ട് തോന്നി, ഞാൻ ചെയ്യുന്നു. പക്ഷെ അഭിനയത്തിൽ വലിയ സിംഹമൊന്നും ആയിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതൊരു സ്വയംഭൂതത്തിലല്ലേ, സിംഹമൊന്നും ആയിട്ടില്ല? അല്ല, കളിയാക്കൽ തന്നെയാണ്. എന്നെ കളിയാക്കി നമ്മൾ അഭിനയ സിംഹമേ എന്നൊക്കെ വിളിച്ച് നെഗറ്റീവ് കമന്റ് വന്നുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. സ്വയം പുകഴ്ത്തിയതല്ല, ഒരിക്കലും അല്ല. ഞാൻ സ്വയം പുകഴ്ത്തിയുള്ള ആളല്ല. ഞാൻ സ്വയം പുകഴ്ത്തിയുള്ള ആളല്ല. അല്ലല്ല, ഞാൻ എത്രത്തോളം എന്നെ താത്തിടാവോ അത്രത്തോളം താക്കുന്ന ആളാ ഞാൻ തന്നെ. കുട്ടികളെ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്നവരല്ലേ? മൂത്തമ്മ കോളേജിൽ പഠിക്കുന്ന. അപ്പൊ ഇവരെ രണ്ടുപേരും താങ്കളുടെ ഈ ഒരു കുപ്രസിദ്ധി ബാധിക്കുന്നില്ലേ? എവിടുന്ന്? ഒരു ബാധ്യതയില്ല. അവർക്ക് ഒരു നാണക്കേടും അങ്ങനെ ഒന്നുമില്ല. കാരണം മൂത്തമോൻ, ഇളയത് 5 വയസ്സല്ലേ ഉള്ളൂ, അവൻ ഇതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അറിയില്ലല്ലോ, മൂത്തമോൻ ഇതൊന്നും മൈൻഡ് ചെയ്യത്തേ ഇല്ല. അമ്മയുടെ ഇഷ്ടം ചെയ്യുക, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ചെയ്യുക, അവൻ്റെ കാര്യം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കും, പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇന്ന് ഈ നിമിഷം വരെ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു എന്നെ, ഇന്ന് വരെ, അല്ലെങ്കിൽ എന്നോട് ഇന്ന ആള് വിളിച്ചു പറഞ്ഞു അമ്മ അങ്ങനെ, ഇന്ന് വരെ അവൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ നിർത്തുമോ? ഇത് പറഞ്ഞാൽ നിർത്തുമോ എന്ന് ചോദിച്ചാൽ എന്ത് നിർത്താനാണ്? അഭിനയോ? അതെ, ഇല്ല, അഭിനയം അങ്ങനെ അവൻ പറയത്തില്ലെന്ന് എനിക്കറിയാം. അവൻ എന്റെ മകനാണ്. അവൻ പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ എന്നെ ഏൽപ്പിച്ചാണ് സൂചിച്ചേട്ടൻ. അപ്പം എന്റെ മകൻ അമ്മ ഇനി അഭിനയിക്കരുത് എന്ന് പറയത്തില്ല. കാരണം അവനിപ്പോ 20-21 വയസ്സാകാറായി. ഇനി അവൻ എന്ത് പറയാനാണ്, എന്നെ പറയാനാണ്? അല്ല, അങ്ങനല്ല. അതായത് താങ്കൾ അഭിനയം ഈ എക്സ്ട്രീം ലെവലിലേക്ക് പോകുമ്പോൾ ഇപ്പൊ കുറെ കൂടെ താങ്കൾ വേറെ ഇന്റർവ്യൂവിൽ താങ്കൾ ഒരു വ്യക്തി ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ആയിട്ട് താങ്കൾ പറയുന്നുണ്ട്, ചിലപ്പോൾ ഇപ്പോ ഞാൻ അങ്ങനെ പറയുന്നില്ല, ചിലപ്പോൾ ഞാൻ അഭിനയിച്ചേക്കാമെന്ന് പറയുന്നു. ഇപ്പോ കുറെ കാര്യങ്ങൾ താങ്കൾക്ക് ഈ നെഗറ്റീവ് ഷെയ്ഡ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളോടൊപ്പം നിന്ന് ആൾക്കാർ സംസാരിക്കുമ്പോൾ, മകനാണെങ്കിലും നിങ്ങൾ ഒരു പബ്ലിക് പ്ലേസിൽ പോകുന്നു, അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ അവനൊരു ജാള്യത തോന്നുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമോന്നോ? ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അങ്ങനെ. അവൻ എന്നോടും പറഞ്ഞിട്ടില്ല ഇന്ന് വരെ.
അവൻ പറയുന്ന അമ്മയുടെ ഇഷ്ടം അതാണ്. അമ്മയോടുള്ള സ്നേഹം കൊണ്ട് പറയാത്തതാണെങ്കിലും, അമ്മയോടുള്ള സ്നേഹം കൊണ്ട് പറയാത്താണെങ്കിൽ പോലും അവൻ പറയേണ്ടതാണല്ലോ. അവൻ എത്ര നാണക്കേടാണ് അവൻ പറയേണ്ടതാണ്. മോന് ചിന്തിക്കുകയാണ് അമ്മയുടെ ഇഷ്ടത്തിനല്ലേ അമ്മ ഇപ്പൊ അഭിനയിക്കുന്നത്, ഞാൻ പറഞ്ഞത് കൊണ്ട് ഇനി അമ്മയ്ക്ക് ഒരു പിണക്കം എന്നോട് വേണ്ട എന്ന ചിന്താഗതി. അങ്ങനെ അവൻ അറിയാം ഞാൻ പിണങ്ങത്തില്ലെന്ന് അവൻ അറിയാം. എന്ത് പറഞ്ഞാലും ഞാൻ പിണങ്ങത്തില്ല. കാരണം സൂചേട്ടൻ ഉള്ളപ്പോൾ പോലും ഞാൻ വഴക്ക് പറയത്തില്ലായിരുന്നു അവനെ. എന്ത് കാണിച്ചാലും ഞാൻ വഴക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ സൂചേട്ടൻ തന്നെ എപ്പോഴും പറയും, നീ വഴക്ക് പറഞ്ഞാൽ അവൻ കേൾക്കും. എന്തെങ്കിലുമൊക്കെ കുഞ്ഞല്ലായിരുന്നു അന്ന് സ്കൂളിലൊക്കെ പോകാൻ പറയുമ്പോൾ എടി നീ പറഞ്ഞാൽ അവൻ കേൾക്കും. കാരണം സൂചേട്ടൻ അറിയായിരുന്നു ഞാൻ വഴക്ക് പറയാതാണ് അവനെ ഇത്രയും നാളും. ഇനിയിപ്പോൾ മുന്നോട്ട് ഇനിയിപ്പോൾ എന്നെ വഴക്ക് പറയാൻ അവൻ വലിയ കുട്ടിയായില്ലേ, എന്നെക്കാളും മുതിർന്ന്. അപ്പൊ മുതിരുന്തോറും ആണല്ലോ കുഞ്ഞ്, ഇപ്പൊ ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം മുതിരുന്തോറുമാണ് അവന്റെ അഭിമാന ബോധവും അവന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തു വരുന്നത്. എന്റെ ഒരു അഭിനയം കൊണ്ട് അവന് അഭിമാനക്കുറവോ ഒന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഇതുവരെയുള്ളത് തോന്നുന്നില്ല. നാളെ എന്താവും എനിക്കറിയില്ല. ഞാനിപ്പോ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രീം ലെവലിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ പറയായിരിക്കും. പക്ഷെ അത് ഈ രേണുവിന്റെ കോൺഫിഡൻസ് അല്ലേ, പൊട്ടക്കണറ്റിലെ തവളകൾ എന്ന് പറയുമ്പോഴത്തേക്കും പുറത്തെ ലോകമൊന്നുമല്ല, തങ്ങളുടെ ലോകമാണ് ചുറ്റിനും, അത് ഏറ്റവും ഗ്രേറ്റ് എന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു രീതിയാണോ രേണു അവലംബിക്കുന്നത്? ഞാൻ എന്റെ ലോകം ഗ്രേറ്റ് ആണെന്നല്ല പറയുന്നത്, ഞാൻ ചില നിലപാടുകൾ എടുക്കുന്നത് എനിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെ ഈ ലോകം ഗ്രേറ്റ്, എന്റെ സ്വന്തം ലോകം ഗ്രേറ്റ് ആണെന്ന് ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ നിലപാടുകൾ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതായത് താങ്കൾ ശരിയാണ് അല്ലെങ്കിൽ താങ്കളാണ് ചെയ്യുന്നത് ശരിയെന്ന് ഇപ്പൊ ഞാൻ കാണിക്കുന്ന എല്ലാം ശരിയാണ്, അഹങ്കാരം താങ്കളുടെ വാക്കുകൾ ഒരിക്കലുമില്ല. അഹങ്കാരമില്ല, പക്ഷെ ഞാൻ ചെയ്യുന്നത് ശരിയെന്ന് തോന്നുന്നതാണ് ഞാൻ ചെയ്യണത്. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്തിരിക്കും. ഇപ്പൊ ഒരു പ്രേമം അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ കാമം ഇതൊക്കെ മുഖത്ത് വരുന്നത് താങ്കളുടെ മുഖത്ത് വരുമ്പോൾ കാമമായിട്ടാണ് പരിണമിക്കുന്നത്, അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, കാമമായിട്ടല്ല. അതിനൊരു അല്ല, ഞാനത് കേട്ടായിരുന്നു. കാരണം ഞാൻ പ്രേമം അഭിനയിച്ചാലും കാമമാകും, സങ്കടം അഭിനയിച്ചാലും അത് കാമമാകും, എന്നാ കാണിച്ചാലും അത് കാമമാകും എന്നാണ് ഞാൻ കേട്ടുള്ളത്. കാരണം എനിക്കങ്ങനെ കമന്റ് കണ്ടിട്ടുണ്ട് ഞാൻ. അതുപോലെ ഒരു വിഷു ഫോട്ടോഷൂട്ട്, ഇപ്പൊ പറഞ്ഞുകൊണ്ട് പറയാം, വിഷു ഫോട്ടോഷൂട്ടിന് കൃഷ്ണനെ ചേർത്ത് പിടിക്കാൻ പറഞ്ഞു. ഞാൻ നോക്കി, അപ്പൊ അതിനകത്ത് പറയുന്ന കൃഷ്ണനോടുള്ള പ്രണയമല്ല, അവൾ എന്താ കൃഷ്ണനോടുള്ള അതാ എനിക്ക് പറയാൻ പോലും പറ്റത്തില്ല, കാരണം ദൈവമാണ്. സോ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ ആ പോയിന്റിലേക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ താങ്കൾ എക്സ്പ്രഷൻ ഇടുമ്പോൾ, അതായത് ക്യാമറയുടെ മുമ്പിലാണല്ലോ എക്സ്പ്രഷൻ ഇടുന്നത്, ഇടയ്ക്കിടയ്ക്ക് താങ്കൾ അലമാരയുടെ മുമ്പിൽ കണ്ണാടി മുമ്പിൽ എക്സ്പ്രഷൻ നോക്കുമ്പോൾ താങ്കൾക്ക് സ്വയം ഒന്ന് വിലയിരുത്താൻ പറ്റത്തില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന നടി എന്ന നിലയിൽ അല്ലെങ്കിൽ ഇനി അപ്കമിങ് വരുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഉള്ള ഒരു ഫ്യൂച്ചറുള്ള നടി എന്ന നിലയിൽ താങ്കൾ അങ്ങനെ ചിന്തിച്ചാൽ വളരെ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ താങ്കളുടെ ഞാനത് സ്വീകരിക്കുന്നു. സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോ കൂടുതലും താങ്കളുടെ എക്സ്പ്രഷനെയാണ് ആൾക്കാർ കളിയാക്കുന്നത്, താങ്കളുടെ വേഷവിധാനത്തെക്കാൾ കൂടുതൽ താങ്കളുടെ എക്സ്പ്രഷൻസിനെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ലൈവിൽ വന്നിരുന്ന താങ്കൾ നീ ധൈര്യം ഉണ്ടെങ്കിൽ തള്ളച്ചി അതാണോ? തള്ളച്ചിയല്ല, എന്തോ ദിനോസറിന്റെ മുഖം പോലെയാണെന്നോ ദിനോസറിനുണ്ടായ കുട്ടിയെന്നോ ഒക്കെ വിളിച്ച് ആൾക്കാർ പർട്ടിക്കുലർ കമന്റ് ഒക്കെ പറഞ്ഞ ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലോ, വിളിക്കുന്നുണ്ട് താങ്കളെ. പക്ഷെ ഇന്റർവ്യൂല് കഴിഞ്ഞ കുറച്ച് നാളുകളെ കൊടുത്ത ഇന്റർവ്യൂല് താങ്കൾ കുഴപ്പമില്ല, സോഷ്യൽ മീഡിയ ആൾക്കാർ എന്നെ വിറ്റ് ജീവിച്ചോട്ടെ, കുറെ അധികം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് താങ്കളെ വിറ്റ് ജീവിക്കുന്നുണ്ട്, അത് ഉള്ളത് തന്നെ. അപ്പൊ അങ്ങനെ വളരെ തന്മയത്തോടു കൂടിയുള്ള സമാധാനപരമായി പറഞ്ഞിട്ട് ലൈവിൽ രേണു സുധിയുടെ ഒറിജിനൽ മുഖം കാണിച്ചല്ലോ. എന്റെ ലൈവായിരുന്നു അത്, എന്റെ ലൈവ് ഞാൻ കിച്ചുവും രേണുവും ഒന്നിച്ചുള്ള ആദ്യത്തെ ഇൻ്റർവ്യൂസിലെല്ലാം മകനെ ചേർത്ത് പിടിക്കുന്ന ഒരു അമ്മയും അമ്മയെ ചേർത്ത് പിടിക്കുന്ന ഒരു മകനും തന്നെയായിരുന്നു ഇരുവരും. പിന്നീട് രേണു മോഡലിങ്ങിലേക്കൊക്കെ ഇറങ്ങി ആൽബം ഷൂട്ടും ഉദ്ഘാടനവും അങ്ങനെ വീഡിയോയും റീലുകളിലൊക്കെ നിറഞ്ഞു നിന്നപ്പോൾ ഇവർ തമ്മിലുള്ള അകൽച്ച വർദ്ധിച്ചു. കിച്ചു കൊല്ലത്തേക്ക് പോയി, രേണു ഇവിടെ തന്നെ നിന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്യുന്നുണ്ട്, ഇടയ്ക്കൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ഇതിനിടയ്ക്ക് എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് കിച്ചു ഒരു വീഡിയോ പങ്കുവച്ചു. അതിന് രേണു പ്രത്യേകിച്ച് റിയാക്റ്റ് ഒന്നും ചെയ്തില്ല. എന്നാൽ അതുവരെയും കിച്ചു തൻ്റെ സ്വന്തം മോനാണ്, സ്വന്തം മോനെ പോലെ നോക്കിയതാണെന്നൊക്കെ പറഞ്ഞ് രേണുവിൻ്റെ ഒരു പ്രതിച്ഛായ അവിടെ മാറുകയാണ് ചെയ്തത്. ഇവർ തമ്മിലുള്ള അകൽച്ച പബ്ലിക്കായി. അത്രയും നാളും പ്രൈവറ്റ് ആയിരുന്നു ഇവരുടെ അകൽച്ചകളെല്ലാം, അതോടെ പബ്ലിക്കായി. ഋതപ്പനെ കാണാൻ അപ്പോഴും കിച്ചു അന്ന് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രേണു പറയുന്നത് കിച്ചു ശരിക്കും പറഞ്ഞാൽ ഇതുവരെയും ഈ കാര്യം അറിഞ്ഞോ അറിയില്ലോ എന്ന് തനിക്കറിയില്ല, എന്താണെങ്കിലും ഇതുവരെയും ഒരു കാര്യത്തിനും വിളിച്ചിട്ടില്ല എന്നാണ്. ഈ വാർത്ത അറിഞ്ഞിട്ടോ എന്തെങ്കിലും കാര്യത്തിനോ ചോദിക്കാനോ പറയാനോ വിളിക്കുകയോ തന്നെ കാണാൻ വരികയോ ഒന്നും കിച്ചു ചെയ്തിട്ടില്ല എന്നാണ് രേണു പറയുന്നത്. ഇതിൽ രേണു എന്ന അമ്മയുടെ സങ്കടമുണ്ട്. ഇതിൽ കമൻ്റായിട്ട് എല്ലാവരും പറയുന്നത്, രേണു നിനക്ക് ഒരിക്കലെങ്കിലും ഭക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ, ഒരിക്കലെങ്കിലും നീ അവരെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അവരെ വിളിക്കണം, പോയി കാണണം. കഴിഞ്ഞതെല്ലാം മറന്ന് ഈ ഒരു ദുഃഖത്തിൽ, ഈ ഒരു ഘട്ടത്തിൽ അവരെ കൂടെ താങ്ങായി നിൽക്കേണ്ടത് ഭർത്താവില്ലാത്തത് കൊണ്ട് തന്നെ മൂത്ത മകനാണ്. എന്താണെങ്കിലും ഋതുവിനെ മുൻപേ തന്നെ കിച്ചുവിനെയാണ് രേണു സ്വന്തം മകനായി എടുത്തത്. സ്വന്തം മകൻ എന്ന് രേണു ഉറപ്പിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ രേണുവിൻ്റെ മനസ്സിൽ ഇതെൻ്റെ മകനാണ് എന്ന്
ഒരു സ്നേഹം വന്നതുകൊണ്ട് തന്നെയാണ് അവർ ആ വിവാഹ ബന്ധത്തിലേക്ക് കടന്നത്. ഇല്ലെങ്കിൽ ഒരു കുഞ്ഞുള്ള ഒരാളെ സ്വീകരിക്കാൻ വേണ്ടി മാത്രം ആ സമയത്ത് രേണു ഒരു രണ്ടാം വിവാഹിതയാണ്. വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് എന്നതിലുപരി രേണുവിന് കുഞ്ഞുങ്ങളൊന്നുമില്ല. അപ്പോൾ രേണുവിന് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോഴും കിച്ചുവിനെ ഒരു കുഞ്ഞ് ആയിരിക്കുന്ന സമയം തൊട്ട് ഇപ്പോൾ കിച്ചുവിന് ഒരു 17-18 വയസ്സോളം ഉണ്ടാവണം. ആ പ്രായം വരെയും അല്ല, ഒരു 21 വയസ്സോളം ഉണ്ടാവണം. ആ പ്രായം വരെയും രേണു തന്നെയാണ് ആ മകനെ നോക്കിയത്. സുധി എന്ന് പറയുന്ന രേണുവിന്റെ ഭർത്താവ്, കിച്ചുവിന്റെ അച്ഛൻ മരണപ്പെട്ട ശേഷവും രേണു ആ കുടുംബം നോക്കിയിട്ടുണ്ട്. അവരുണ്ടാക്കിയ പൈസയിൽ നിന്നും കിച്ചു ഒരു 100 രൂപയെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവണമല്ലോ. അവർ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയിൽ നിന്നും കുറച്ചെങ്കിലും, ഒരു നേരത്തെ അന്നമെങ്കിലും കിച്ചു കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരിയെങ്കിലും അവരോട് ആ സ്നേഹം കാണിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ഒരുപോലെ പറയുന്നത്. കളിയാക്കുന്നവരും പരിഹസിക്കുന്നവരും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ സമയത്ത് അതൊന്നുമല്ല ആവശ്യം, പ്രാർത്ഥനയാണ്. അവനിനി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എത്ര മോശം സ്ത്രീയാണ് എന്ന് പറഞ്ഞാലും ഒരു അസുഖമാണത്. ആ രോഗം അതൊരവസ്ഥയാണ്. ക്യാൻസർ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതിനോട് പോരാടി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ആ പോരാട്ടത്തിൽ ഒപ്പം നിൽക്കുന്നവരെല്ലാവരും താങ്ങും തണലുമായാണ് വേണ്ടത്. അല്ലാതെ എന്തെങ്കിലും അവൻ എന്നെ വിളിച്ചില്ല എന്നൊരു വേദന ഒരിക്കലും ആ അമ്മയുടെ മനസ്സിലുണ്ടാവാതിരിക്കട്ടെ എന്നാണ് എല്ലാവരും പറയുന്നത്.